പതിവായിട്ട് കരിവേപ്പില നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ കൊളസ്ട്രോൾ കണ്ടന്റ് കുറയും, ട്രൈഗ്ലിസറൈഡ് കുറയും. മാത്രമല്ല നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും നമ്മുടെ കാർബസോളിന്, അതായത് കരിവേപ്പിലെ ആൻറ്റി ഓക്സിഡൻറ്റിന് കഴിവുണ്ട് എന്ന് പഠനത്തിൽ കണ്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാന അവയവങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നെർവസ് സിസ്റ്റം, ഹാർട്ട്, കിഡ്നി, കരൾ പോലുള്ള അവയവങ്ങൾക്കകത്തുണ്ടാകുന്ന ഡാമേജുകൾ, പ്രത്യേകിച്ച് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ഡാമേജുകളെ പ്രതിരോധിക്കുന്നതിന്, അത് മാറ്റിയിട്ട് കോശങ്ങളെ റീജനറേറ്റ് ചെയ്യുന്നതിന് കരിവേപ്പിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസിന് കഴിവുണ്ടെന്നും പഠനത്തിൽ കണ്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ പ്രമേഹ രോഗ സാധ്യത വരുന്നത്, അതായത് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് ക്രമേണ ഉയർന്നു വരുന്നതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് പതിവായിട്ട് കരിവേപ്പില നമ്മുടെ മോരും വെള്ളത്തിനൊപ്പം ചേർത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് പലരും അവരുടെ എക്സ്പീരിയൻസിൽ പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനകത്തുള്ള കരിവേപ്പിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം, ആനിമൽ സ്റ്റഡീസ് കൂടുതൽ നടന്നിട്ടുണ്ടെന്നല്ലാതെ ക്ലിനിക്കലായിട്ടുള്ള മനുഷ്യരിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടില്ല. ഇനിയും അതിനെക്കുറിച്ചുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ